Welcome to our YouTube channel. Vibe with us. ഗൈസ്, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ ചക്കിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അതെ, ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. അതെ, ഇന്ന് നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇന്നത്തെ കണ്ടന്റ് അതാണ്. അപ്പൊ നമുക്ക് വീട്ടിന്റെ അകത്തോട്ട് പോവാം. ഓക്കെ, ഇവിടെയാണ് ഗൈസ് നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബിഫോർ വീഡിയോ ആണ്. ഇനി ഈ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി തൂത്ത് വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ട് ആഫ്റ്റർ വീഡിയോ അവസാനം കാണിക്കുന്നതായിരിക്കും. നമ്മളങ്ങനെ ക്രിസ്മസ് ട്രീ പുറത്തെടുത്തിരിക്കുകയാണ്. അത് റെഡി ആക്കുവാണ് ഗൈസ്. നല്ല രീതിക്ക് പണിയെടുക്കും പിള്ളേരെ അങ്ങോട്ട്. നോക്കിക്കൊണ്ട് നമ്മളെ കൊണ്ട് പണിയെടുക്കുകയാണ്. ഇവിടെ ചിലവർക്കൊക്കെ പൊടി അലർജി ഉണ്ട്. തള്ളച്ചിയുടെ അങ്ങോട്ട് പണിയെടുക്കാണ്. എനിക്ക് അലർജിയാണ്. സോ ഞാൻ എന്നെ അങ്ങോട്ട് മാറിയിരി. ചുമ്മാ പിടിച്ചോണ്ടിരിക്കാനല്ല അങ്ങോട്ട് പണി. കൂടെ മാറി ക്രിസ്മസ് ട്രീ ഡെക്കറേഷന് മുന്നേയുള്ള ക്രിസ്മസ് ട്രീ ഇതാണ്. ഇത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും. ഗൈസ്, പിന്നെ വേറൊരു കാര്യം, നമ്മള് വീഡിയോ ഇട്ടപ്പം ഇത്രയും കേറും എന്നൊന്നും വിചാരിച്ചില്ല. യൂട്യൂബിൽ ഇട്ടപ്പം ജസ്റ്റ് അതേപോലെ ഇൻസ്റ്റയിൽ ഇട്ടതാണ്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് നമുക്ക് കിട്ടി. ഞങ്ങൾ അന്നും കൂടെ പറഞ്ഞോളൂ മതി എന്ന് ഞാൻ സാറിനടുത്ത് പറഞ്ഞതാ. ഇത് കേറി അതിന്റെ കൂടെ തന്നെ വേറെ രണ്ട് വീഡിയോസ് ഒക്കെ ആയി. പിന്നെ രണ്ടെണ്ണം ഇനി ആവാനായിട്ട് നിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഫോളോവേഴ്സ് കൂടുന്നു. എല്ലാവർക്കും നന്ദി. കമന്റ്സ് വരുന്നു. എല്ലാവർക്കും നന്ദി. ഇനി എല്ലാവരുടെയും സപ്പോർട്ട് നമ്മളെ കൂടെ തന്നെ കാണണം. നമ്മള് കൊറേ നാളെ വ്ലോഗ് ഇട്ടിട്ട് 1 മാസത്തോളമായി. അപ്പം നമുക്കിനി ഡെക്കറേഷനിലോട്ട് പോകും. ഇവളാണ് നാം രണ്ട്, നമുക്ക് 2 പേർ. അവളത് ഇതോ 6 എണ്ണം. എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കും ഇതൊക്കെ താങ്ങുമെന്ന്. ഇവിടെമാരെ പോലെയല്ല, ഞാൻ ഇതിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. എന്നെ പോലെ ഒരു നല്ല കുട്ടി ഇവർക്ക് കിട്ടിയത് ഇവരുടെ ഭാഗ്യമാണ്. ഞങ്ങളുടെ ഭാഗ്യം. ഇതെല്ലാം ഉണ്ടകളാണ്. അതെന്താണോ എന്തോ പൂത്തിരി എന്തോന്ന്. ഇത് നമ്മൾ അവിടത്തെ അത് 2 എടി ഇത് മറ്റേ മണ്ട വെക്കുന്ന സംഭവം അല്ലേ? സംഭവം ഇതൊക്കെ ഇങ്ങനെ കൊഴുത്ത് കൊടുത്തിട്ടും അതിനകത്തോട്ട് ഈ സാധനം ഇങ്ങനെ വളർത്തിട്ട് കൊഴുത്ത് കൊടുത്തിട്ടും. എടെ ചക്കിയുടെ ആദ്യ കിടക്കുന്ന കമ്മലുണ്ടോ? അതെടുത്ത് നമുക്ക് ഇടാം. വളയുടെ അത്രയുണ്ട്. നിങ്ങൾ കണ്ടോ ഗൈസ്? ഞാൻ ചോദിച്ചത് എടേ നിങ്ങളെല്ലാം പറക്കിട്ടിട്ട് ചെയ്യടേ. ഒരു ബോക്സും കൂടെ ഉണ്ട്. ലൈറ്റും ഞാണ്ട് നമ്മളെ പൂജക്കുട്ടൻ ഒരു ഇതുണ്ട്. മാൻകുട്ടി ബാക്കിയുള്ള ലൈറ്റുകളാണ്. ആർച്ചയുടെ എത്രയുണ്ട്? ഇതെല്ലാം ഗോൾഡ് ലൈറ്റ് ആണ്. വർക്കിംഗ് ആണോ ഇതൊക്കെ വർക്കിംഗ് ആണോ അറിയിട്ടില്ല. കിട്ടിയാണോ പൊടിയൊന്നും കയറിയിട്ടില്ല. നന്നായിട്ടിരിക്കുകയാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സാറിന്റെ അടിയനാണ് ഒരെണ്ണം വർക്ക് ചെയ്യുന്നത്. എർത്തടിച്ചിരിക്കട്ടെ അവിടെ. അയ്യോ അത് ഇടയ്ക്കിടയ്ക്ക് വർക്ക് ആവത്തോളൂ. അല്ല, അത് ഫോൺ മാറ്റി. ഓ ഓ ഓ
നമുക്കിങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന മോഡാണ് വേണ്ട. മിന്നണ്ട ഇങ്ങനെ. അത് പുതിയതാ, ഇന്ന് കഴിച്ചോണ്ട് വന്നു. വേഗം ചെറുതായിട്ടൊക്കെ സെറ്റ് ചെയ്ത് അപമാനിച്ചിട്ട് ഇത് നമ്മള് ക്രിസ്മസ് ട്രീയുടെ വണ്ടിയിൽ വെക്കുന്ന സ്റ്റാറാണ്. വെച്ചാതിരിക്കത്തില്ല അറിഞ്ഞു കൊടുക്കും. ഇത് എന്തുവാ നടക്ക് ഇങ്ങനെ ഫ്രണ്ട് കാണിച്ചു. എടി നമുക്ക് ചക്കിനെ പിടിച്ച ഫ്രണ്ട് എടുത്തോ. ഇനി അടുത്തത് നമ്മള് ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് മൊത്തം ഇങ്ങനെ കറക്കി ചുറ്റി നല്ല രീതിക്ക് നല്ല ക്വാണ്ടിറ്റിയിലാണ് ലൈറ്റ് സെറ്റ് ചെയ്യുന്നത്. അതെ അതെ, ഇത് ഒരു പണി എടുക്കാണ്ട് നിക്കവാ. ഈ ആർച്ച് മെയിൻറ്റെയിൻ വെറുതെ പണിയെടുക്കാതിരിക്കുക. മേക്ക് കുരുക്കിടാനേ അറിയോ, കുരുക്കളിക്കാൻ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് അർച്ച? വെരി നൈസ്. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലടി, ഞാൻ ചെയ്തിട്ടില്ല. ഞാനും ചെയ്തിട്ടില്ല. അച്ഛനൊക്കെ ഉള്ളപ്പോ പുൽക്കൂടൊക്കെ വെക്കുമായിരുന്നു. ചേട്ടനും കൊച്ചുനാളി എത്രയൊക്കെ കച്ചി എത്രയൊക്കെയോ കാണിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് ഞങ്ങളും അങ്ങനെ ആയിരുന്നു. ഉണ്ണിയേശുവിന്റെ തലേന്നാണ്ട് വെക്കത്തോളൂ. അത് നമുക്ക് അറിയത്തില്ല. ഗൈസ്, പുറകെ നിന്ന് ചക്കിയുടെ അമ്മ പറഞ്ഞോണ്ടിരിക്കുക. ചക്കിയുടെ അമ്മ വീഡിയോയിൽ വന്നാ നമ്മളെ എല്ലാരും ഇവിടെ കൂട്ടിയിടും എന്ന് ഭീഷണി. അതെ അതെ, ഞങ്ങൾക്ക് ഫുഡ് ഒരു തരത്തിലൊന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ചക്കിയുടെ അമ്മേനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. ചക്കിയുടെ അമ്മയാണ് എന്റെ സ്കൂട്ടിയിൽ വന്ന് വിളിച്ചോണ്ട് വന്നത്. എന്നിട്ട് എന്നിട്ടെന്നെ ഞാൻ വഴിയേറ്റി പോയി. അവള് വീട്ടിലെ ഫ്രണ്ട് വന്ന് ഇറങ്ങിയിട്ട് തിരിച്ചടന്നു പോയി. അതെ, വീട്ടിന്റെ ഫ്രണ്ട് അല്ല കേട്ടോ, ക്രോസ് ചെയ്തിട്ട് ഇറങ്ങിയത് കേട്ടോ. ഞങ്ങളുടെ മെയിൻ കണ്ടന്റ് തരുന്ന ആന്റിയാണ് ഞങ്ങൾക്ക് എല്ലാ കണ്ടന്റും. അവിടെ ചെന്നിട്ട് അത് പിള്ളേരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് ആന്റിയാണ്. ഞങ്ങളുടെ മെയിൻ പ്രോത്സാഹനം എന്ന് പറയുന്നത്. അർജ ഒരു പാട്ടൊക്കെ പാടും, ഒരു പാട്ടൊക്കെ പാടും. എടി ജിംഗിൾ ബേഴ്സ് പാടും. എനിക്കറിയത്തില്ല, എല്ലാരും കൂടെ പാടാം. അപ്പൊ ഞാൻ പാടാം. മേഘയൊക്കെ നല്ല പാട്ടുകാരിയാണ്. മേഘ ഒരു പാട്ട് പാടും. മേഘ വോയിസ് ആണ്. വോയിസ് പറ. യേശു ഭയങ്കര പാവമാ, ഹിന്ദുസ് ഭയങ്കര സാധനം. എന്റെ മാത്രം വേദന സഹിച്ചെന്റെ യേശു. എന്റെ യേശുവേ, യേശു ഇറങ്ങി. എന്റെ കർത്താവേ. ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കും. ഞങ്ങളും വിശ്വസിക്കുന്നു. ഞാനും വിശ്വസിക്കുന്നു. അയ്യോ, ഭ്രാന്തുകൾ പലതരം. അതെ, ഒന്നാം ഭ്രാന്താണ് ഈ ആർച്ചെന്ന് പറയുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഭ്രാന്ത്. ഗൈസ്, എന്നെ പോലെ ഡീസന്റ് വെച്ചിട്ട് ഇവർക്ക് വേറെ എവിടെ കിട്ടും? ഇവളെ കണക്കൊരു ഒരു പൊരമ മാറി. അയ്യോ ഗൈസ്, നമ്മളപ്പോ ഒരു കണ്ടന്റ് കണക്കത്തെ ഒരു സംഭവമാണ്, ഒരു ചലഞ്ചാണ്. എന്താണ് ചലഞ്ച് എന്ന് വെച്ചാൽ റീഡെക്കറേറ്റ് ചെയ്യാണല്ലോ. അപ്പൊ ഇനി എന്ത് കാര്യം സംസാരിച്ചാലും, ക്വസ്റ്റ്യൻ ചോദിച്ചാലും, എന്ത് പറഞ്ഞാലും ഇംഗ്ലീഷിനെ സംസാരിക്കാവൂ. അല്ല, ഞാൻ പറയും, ഒരാൾ മലയാളം സംസാരിക്കും, ക്വസ്റ്റ്യൻസ് അത് ശരിയാവൂല. ഞാൻ സംസാരിക്കും. ഞാൻ തരുന്ന ചലഞ്ചാണ്. ഇല്ല, ഞാൻ തരുന്ന ചലഞ്ചാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ ഞാൻ മലയാളത്തിൽ ചോദിക്കും. ചിലപ്പം ഓരോരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഇവര് ഇംഗ്ലീഷിൽ റിപ്ലൈ തരണം. അങ്ങനെയാണ് ഗെയിം. അപ്പം ഇനി തൊട്ട് അങ്ങോട്ട് അങ്ങനെ സംസാരിക്കും. ഇംഗ്ലീഷ് അല്ലേ? നമുക്ക് നോക്കാം. അപ്പൊ ഓക്കെ. ആർച്ചേ, ചിക്കൻ കറി ഉണ്ടാക്കുന്ന എങ്ങനെയാ? Take the chicken and cut into small pieces. എന്നിട്ട് Masala, do like this. Okay. എന്നിട്ട് മസാല അങ്ങനെ ഡൂ ചെയ്തിട്ട് Small pieces and put it. സാന്ദ്ര, നിന്റെ സ്പെഷ്യൽ ഡിഷ് എന്തുവാ? ചപ്പാത്തി ആൻഡ് ചിക്കൻ കറി. അപ്പൊ ചിക്കൻ കറി. ചിക്കൻ കറി, സോറി,
ഉള്ളിക്കറി. ആ എനിക്ക് ഉള്ളിക്കറി പറ. Take some onion and cut. Small pieces. Yeah. And some chili and some potatoes. Potato? Potato യോ? ഞാൻ പൊട്ടറ്റോ ഇടും. ആ, നീ ഇട്ടോ മോളെ. ആ ഞാൻ പറ. പൊട്ടറ്റോ ഇതിടും. ആ പറ പൊട്ടറ്റോ ടൊമാറ്റോ. And tomato, potato. ആ Some green peas. Green peas. അതുകൂടെ. And some carvelas. ആ And curry leaves. ആ And chili powder. Chili powder and some. നേരത്തെ ചില്ലി പൗഡർ ഇട്ടോ? എത്ര ഇട്ടു? No. ഇനി അടുത്തത് ആർച്ച. I don't know cooking. ആർച്ച We all know that only eating, you know. Cooking. How do you make chammandi? Chapati. യെസ് ചമ്മന്തി. Coconut and Crush. ക്രഷല്ല ഗ്രൈൻഡ്. Crush. Rubber made. then add some chili powder, some salt, then mix it well and അപ്പൊ പുളിയൊന്നും വേണ്ടേ? ready. പുളി വേണ്ടേ? പുളി Add some turmeric. മഞ്ഞപ്പൊടി. അടുത്താണ് ഒരു മേഘ ചുമ്മാ കള്ളപ്പണിയാ. ദോശ വിത്ത് സാമ്പാർ. സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നേ? ഞങ്ങൾ പച്ചക്കറി വെച്ചോട്ടെ. Guys, ഇല്ലില്ല. അങ്ങനെ വിടാൻ ഞങ്ങൾക്ക് പ്ലാൻ ഇല്ല. ഇത് നമ്മുടെ ചക്കിയാണ്. ചക്കി എങ്ങനെയാ? അവക്ക് വേണമെന്ന് അറിയത്തില്ല. എങ്ങനെ മുട്ട ഉണ്ടാക്കുന്നത്? Take one egg. മുട്ട ഉണ്ടാക്കുന്നത് മുട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാനല്ല guys വെച്ചിട്ടുള്ളൂ. അത് കോഴിന്റെ അടുത്ത് ചോദിക്കണം. Omelette. Take one egg. After that, omelette ആണ്. ആ. Take one egg. Just take one onion, cut it in pieces. Add some salt, a little bit of pepper powder. Mix it well. അതാണ് പൊട്ടിക്കൂല. അതെങ്ങനെയാ? Take one pan. Turn on the stove. Pour that egg into the pan. എന്നിട്ട് ഇനി കൊണ്ടാകത്തില്ലേ? ഇതിനകത്ത് ഏറ്റവും കള്ള പഠിച്ചു നിന്നത് മേഘയാണ്. ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് സാന്ദ്ര. ഞാൻ. ഇത് നമുക്ക് തമിഴ് സംസാരിക്കാം. തമിഴ്. അയ്യോ തമിഴ് സംസാരിക്കാം. തമിഴ് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് മനഃപൂർവ്വം ഈ തെണ്ടി ഇംഗ്ലീഷ് പറഞ്ഞു. കുക്കിംഗ് വേറെ വല്ലോ തമിഴ് വല്ലതും ചോദിക്കും. ഞങ്ങൾ തമിഴ് തിരിച്ചു ഞാൻ ചോദിക്കാം. ഓക്കെ. എനിക്ക് തമിഴ് അറിഞ്ഞൂടല്ലോ. ഞങ്ങൾ തമിഴ് ചോദിക്കും. ഞങ്ങൾ ചോദിക്കും അങ്ങോട്ട്. എടി എനിക്ക് അറിഞ്ഞൂടീ. എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു തമിഴിന്റെ പേഴ്സ് നിങ്ങൾക്ക് കളഞ്ഞു കിട്ടി. അപ്പൊ അത് നിങ്ങള് എങ്ങനെ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും? ഉങ്ങളോட പേഴ്സ് ഞാൻ ഒന്ന് ചോദിക്കുവേ. പേசுறேன். ഇത് വന്ന് അതോ ഞാൻ വീട്ടിൽ കൊണ്ടുപോട്ടെ. അത് അങ്ങേർക്ക് കൊടുക്കണം തിരിച്ച്. അത് വന്ന് അങ്ങേർക്ക് കൊടുക്കണുണ്ടോ? നമ്മള് തെരിയാമ നടിച്ച് പേഴ്സ് എടുത്ത് വീട്ടിക്ക് പോകും. ഇവിടെ വന്ന് കളിയേ. അപ്പം ആർച്ചയാണെങ്കിലോ എനിക്ക് തമിഴ് അറിയാതെ അപ്പൊ ഇങ്ങനെ പേഴ്സ് താനേ പേഴ്സാ അപ്പടി சொல்லுவேன். അപ്പടി சொல்லுவேൻ. ഒരു ചേട്ടനെ പ്രപ്പോസ് ചെയ്യണം ഇഷ്ടപ്പെട്ട് എങ്ങനെ ചെയ്യും? ഞാൻ ഉന്നെ കാതലിக்கிறேன். ഞാനിത് സന്യാസി. നീയാണ് എന്റെ ചക്കൻ. ഓക്കെ. ഞാൻ ഇത് சொல்லியாയിരുന്നു. എനിക്ക് ഇന്ന് അവളോ പിടിക്കും. കണ്ട് അവളോ അഴകായിരിക്കും. அதனால எனக்கு ரொம்ப பிடிக்கும். അവക്ക് പിടിക്കാതെടി. உனக்கு வந்து பெம்பளாரு மட்டும் தான் பிடிக்கும். ഞാനൊരു പാട്ട് സാന്ദ്ര മറ്റേ പാട്ട് ഇറക്കടി. മുന്തിനും പാട്ടേനെ
ചക്കി എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോകും തമിഴില് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളീ കുറെ ട്രോളില്ലേ ഇവിടെ എപ്പോഴും ഉള്ളേ ഗൈസ് വീടിയുടെ പുറകെ വന്നിരുന്നിട്ട് ഞങ്ങളുടെ ചോദിച്ചിട്ട് ഞങ്ങൾ അവളെ ഇരയാക്കും. സോറി എനിക്ക് ആൺപിള്ളേരോടാണ് താല്പര്യം. പെൺപിള്ളേരുടെ ഇവളൊരു പെണ്ണാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പെണ്ണൊക്കെ തന്നെ സംശയമുണ്ട് നമുക്ക്. അല്ല, എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് സാന്ദ്ര ഗിഫ്റ്റ് തന്നെയാണ്. സാന്ദ്രയും എന്റെ വേറെ കൂട്ടുകാരന്മാരും കൂടെ ഒരുമിച്ച് ഗിഫ്റ്റ് തന്നെയാണ്. അതെ, ശ്രീകുട്ടനും സെയ്തും സാന്ദ്രയും കൂടെ ചേർന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വീണ്ടും ഡെക്കറേഷനിലോട്ട്. VS-ന്റെയും അമൃത ഷെജിയുടെയും മാത്രം കഷ്ടപ്പാടാണ് ഇത്. അവളുമാർ കയറി നിൽക്കാണ് ഗൈസ് വെറുതെ. ഞാൻ എനിക്ക് കാർച്ചിക്ക് വിശക്കുന്നുണ്ടോ? എന്ത് വേണം? ചിക്കൻ കറിയും ചോറും. ആന്റി ഇല്ല, ഞാൻ രാവിലെ വന്നപ്പോ ചിക്കൻ കഴിക്കുമായിരുന്നു. തന്നെ നേരെ ചെന്നു അടുക്കളയിൽ കയറി എന്തൊക്കെയാന്ന് നോക്കി അമ്മൂമ്മ അപ്പൂനുമായിട്ടൊക്കെ സംസാരിച്ച്. അമ്മൂമ്മ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി. എന്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ അമ്മൂമ്മേനെ. ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മ ഉണ്ടാക്കുന്ന കറിയും ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടം. അമ്മാമയെ ചിക്കൻ കറി ഉണ്ടാക്കിയത്. ഈ മേശയുടെ മണ്ടയിലാണ് നമ്മൾ ക്രിസ്മസ് ട്രീ എടുത്ത് വെക്കാൻ പോകുന്നത്. ക്രിസ്മസ് ട്രീ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷോ ആവാം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ക്രിസ്മസ് ട്രീ എല്ലാം ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം ഞങ്ങൾക്ക്. ഇനിയും വേണം. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ഓക്കെ, ബൈ.